ആശാ നായർ വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എവിടെയെന്ന് അറിയോ? ഇന്ന് നമ്മൾ ദുബായ് കനാൽ ബോർഡ് വോക്കിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു മോർണിംഗ് വോക്കിന് ഇറങ്ങിയിരിക്കുകയാണ്, ഫ്രൈഡേ ആയിട്ട് കുട്ടികളായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ അതേ സൈക്കിൾ ചവിട്ടാം, കണ്ടില്ലേ കുട്ടികൾ സൈക്കിൾ ഓട്ടേണ്ടത് അവിടെ. പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ചെറിയ ഒരു തണുത്ത കാറ്റും വിൻ്ററൊക്കെ തുടങ്ങി. അപ്പോൾ തണുത്ത കാറ്റും അതുപോലെ തന്നെ നമുക്ക് ചെറിയ സൺലൈറ്റും കിട്ടും. അപ്പോൾ നല്ല രസമാണ്. അധികം തിരക്കുമില്ല. ഇന്നിപ്പോൾ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, ഫ്രൈഡേ ശരിക്കും തിരക്കുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്ന് അധികം തിരക്കുമില്ല. അപ്പോൾ കണ്ടില്ല, ഇതാ കാണുന്നതാണ് കേട്ടോ ബുർജ് ഖലീഫ. ആ കാണുന്ന ബുർജ് ഖലീഫ. പിന്നെ അതെന്താണ് ആ കാണുന്നത്? ഒരു രണ്ട് JW മാർക്ക് ചെയ്യുന്ന ഹോട്ടലാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ. ഇവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബ്രിഡ്ജ്. എന്ത് ബ്രിഡ്ജാണ് ഇത്? ഇതിന്റെ ഇതെന്താണ് ഒരു സ്പെഷ്യാലിറ്റി ബ്രിഡ്ജിന്? ടോളറൻസ് ബ്രിഡ്ജ്. ടോളറൻസ് ബ്രിഡ്ജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടോളറൻസ് ബ്രിഡ്ജ് എന്നാണിത്. ഇത് ആക്ച്വലി ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ തൂക്കുപാലം പോലെ അല്ലേ? തൂക്കുപാലം പോലെയാണ് ഈ സംഭവം. പില്ലറില്ല ഈ ബ്രിഡ്ജിന്, പില്ലേഴ്സ് ഇല്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വലിയ കമ്പി പോലെ വലിച്ചു കെട്ടി ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടി നമുക്ക് നടക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെത്തിയിട്ട് ആ സൈഡിൽ കൂടി നമുക്ക് വോക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടായോ സൈക്കിള്? അപ്പൊ ഈ കനാൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇത് ആ അറ്റം തൊട്ടിട്ട് അങ്ങ് അറ്റം വരെയുണ്ട്. ഈ കനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻമെയ്ഡ് കനാലാണ് ശരിക്കും. ഇത് അറബിക്കടലിൽ നിന്ന് വരണതാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇത് വെട്ടിയെടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അറ്റത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ബ്രിഡ്ജ്, ഇതാ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അവര്. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൽ കൂടി നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് നടക്കാം. എന്നിട്ട് രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റും അതും വേറൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും. ഒരു ദിവസം ഞാൻ രാത്രി വന്ന് കാണിക്കാം ഈ കനാലിൻ്റെ വ്യൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കനാലുണ്ടെങ്കിൽ കുറേ പച്ചപ്പൊക്കെ ആയി എന്തെങ്കിലും വേസ്റ്റും കൊണ്ടിട്ട് അങ്ങനെയല്ലേ. ഇതുപോലെയൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ കേരളമൊക്കെ മാറിപ്പോകും അല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എത്ര മനോഹരമാണ് നോക്കുക. നമുക്ക് വോക്കിങ്ങിനൊരു പാത്ത് കണ്ടില്ലേ, അങ്ങറ്റം വരെ വോക്കിങ്ങിനൊരു പാത്തായിട്ട്. ഇതാണെങ്കിൽ സൈക്ലിങ്ങിനായിട്ട് ഈ വശത്ത് കൂടി സൈക്ലിങ്ങിന്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ഇരിക്കാനായിട്ട് നല്ല മനോഹരമായിട്ട്. അത് തടിയിലൊക്കെയാണ് ഇത് തീർത്തിരിക്കുന്നത്. കുറേ ചെടികൾ. പിന്നെ കണ്ടില്ലേ നമ്മുടെ മൊബൈൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഓരോരോ സ്ലോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെങ്ങനെ ചാർജ് ചെയ്യണേ? കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്ര കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ടോളറൻസ് ബ്രിഡ്ജ് കയറിയിട്ട് നമുക്ക് ഈ കനാല് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെത്താം. അപ്പോൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കുട്ടികൾ സൈക്കിളിലൊക്കെ വന്നുകൊണ്ട് ലിഫ്റ്റിലോട്ടാണ് മുകളിലോട്ട് പോകുന്നത് കേട്ടോ ബ്രിഡ്ജിൻ്റെ. നമുക്കിവിടെ സ്റ്റെപ്പും ഉണ്ട്. നമ്മൾ മുകളിലോട്ട് പോവാണ്, ബ്രിഡ്ജിലോട്ട്. സ്ലോലി സ്ലോലി സ്ലോലി. ഇത് സൂക്ഷിച്ച്. ഗുഡ് മോർണിംഗ്. സൈക്കിൾ റൈഡേഴ്സിൻ്റെ ബഹളമാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടായിരിക്കും ഇത്രയെങ്കിലും കുറവ്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രിഡ്ജിലോട്ട് നമുക്കിപ്പോൾ വരാൻ പറ്റുക. സ്റ്റെപ്പും ഉണ്ട്, ഞാൻ കാണിച്ചില്ല, അതിൽ ലിഫ്റ്റും ഉണ്ട്. കണ്ടില്ലേ, അവിടെ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര നേരം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജിൽ കയറി ഇനി അപ്പുറത്തെ അറ്റത്തെത്താൻ പോവാണ്. ഇതാ
ഇതും അങ്ങോട്ട് നീണ്ട് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ കനാൽ എത്ര വലുപ്പമാണെന്ന് നോക്കൂ. ഈ വശത്തേക്കും അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ മനോഹരമായിട്ടുള്ള 2 ബ്രിഡ്ജ് ഉള്ളത്. ഇതൊരെണ്ണം, പിന്നെ ആ അറ്റത്ത് അവിടെ കാണുന്ന ഒരു ബ്രിഡ്ജ്. ദേ അവിടെ കാണുന്നില്ലേ, ആ കാണുന്നതാണ് സഫ പാർക്ക് കേട്ടോ, സഫ പാർക്ക്. അപ്പോൾ നമുക്ക് ആ വ്യൂവും കൂടി ഈ ബ്രിഡ്ജിൽ കൂടി നടക്കുമ്പോൾ കിട്ടും. ഭാഗമായിട്ട് അവർ ബോട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാക്സി വാട്ടർ ടാക്സി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊറോണയുടെ ഭാഗമായിട്ട് അവരത് അവിടെ അടച്ചിട്ടേക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ബോട്ടിങ് നടത്തായിരുന്നു. ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ, അതൊരു പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. അവർ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അതൊരു സ്മോൾ യോട്ടായിരുന്നു കേട്ടോ, അവർ പോയി. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ബ്രിഡ്ജാണ്. നമ്മൾ നേരത്തെ 2 ബ്രിഡ്ജ് കണ്ടിരുന്നു. ഇങ്ങനെ നിറയെ ബ്രിഡ്ജ് ഈ കനാലിൻ്റെ ഇടയിൽ കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, അപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ഇവർ. ഒരു വൃത്തിയും ഇതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകൾ, നല്ല മനോഹരമായിട്ടുള്ള വീടുകളാണ് കേട്ടോ. ഈ സൈഡിലും ഉണ്ട്. ഈ സൈഡിൽ പിന്നെ മണൽ കുമ്പാരം കാരണം കാണാൻ പറ്റുന്നില്ല. അങ്ങറ്റത്തേക്ക് അവരുടെ മനോഹരമായിട്ട് അവർക്ക് ഈ കനാലിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അവർക്ക് അവരുടെ ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റും. അത് അവർക്കൊരു ഉപകാരമായി ഈ കനാൽ വന്നപ്പോൾ. ഇതൊരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മണലിൻ്റെ നിറമുള്ള ഒരു പൂച്ച വരുന്നുണ്ട്, ലോക്കൽ പൂച്ച. അവിടെ നിന്ന് ധ്രുവും ദൈവം ഓടി വരുന്നുണ്ട്, ഈ പൂച്ചേനെ താലോലിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നുമില്ല കവറിൽ കൃഷ്ണ. ഇതേ പാലിട്ടാട്ടുന്നുണ്ട്, അതിന് ഇഷ്ടമായി ഞങ്ങൾ. അയ്യോ കിടന്നു കൊടുക്കണു കേട്ടോ, അതിങ്ങനെ തടവി കൊടുത്തപ്പോ. വാലുമ പിടിക്കണ്ട കേട്ടോ ദേവിട്ടാ, വാലുമ പിടിക്കണ്ട. നമ്മുടെ വേലിയുടെ അരികത്ത് കാണുന്ന ഈ പൂവൊക്കെ ഇവരിവിടെ നല്ല ഭംഗിയിൽ വെച്ചേക്കണുണ്ടോ. ഇതിൻ്റെ പേര് മറന്നു പോയിട്ടോ. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്ന പൂവ്, പേര് മറന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ഈ ബ്രിഡ്ജിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ കാണുന്നത് വേറൊരു ജുമേറ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആണ് കേട്ടോ. ഇവിടെ അതൊരു ബോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നും സൗകര്യമുണ്ട്. ഓരോരോ സ്ഥലത്ത് ഒരു സ്റ്റേഷനായിട്ട് കൊടുത്ത് ബോട്ടിംഗ് സൗകര്യമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ സൈക്കിള് വെച്ചിട്ട് നമുക്ക് ഈ പാലം ഒന്ന് കാണാം. ഇതിൽ ലിഫ്റ്റിലാണ് പോകാൻ പറ്റും. സൈക്കിള് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒതുക്കി വെക്കുകയാണ്. ഇത് സൈക്കിളൊക്കെ വെക്കേണ്ട സ്ഥലമാണ്. Door closing. Going up.
ഓപ്പൺ. Door opening. വാവ്, നല്ല ഭംഗിയുള്ള ഒരു പാലം, മറ്റൊരു പാലം. പെർഗോള. നല്ല രസമുണ്ട്. അത് അറ്റത്ത് പോയി കഴിഞ്ഞാൽ അറബിക്കടലിൽ അത് മീറ്റ് ചെയ്യണ അഴിമുഖം എന്നൊക്കെ പറയില്ലേ. അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ.